ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ആ വൈറ്റ് ഇത് അതിനെക്കാട്ടി കൊള്ളാം. എടുത്തോ എടുത്തോ എടുത്തോ. ഇത് ആ കടയിലെ പുതിയ ടൈപ്പിലുള്ള നല്ല ബ്രേസിയേഴ്സ് കിടക്കുന്നു, നോക്കുന്ന വേണ്ട. മറ്റേ കടയിൽ ഭയങ്കര സൗജന്യം, ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ ഒരു ടീസ്പൂൺ ഫ്രീ. എന്നാ നീ പോയി മേടിച്ചു. വില പറഞ്ഞു. അത് ഇതൂടെ അപ്പൊ കുട്ടി ഇടുന്നില്ലേ? എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഫുഡ് പോയിസൺ ആണെന്ന് തോന്നുന്നു. നീ ഇടുന്നില്ലേ? എവിടെ? ഞാൻ വരാം, ഞാൻ വരാം. സാർ ഇവിടെ എന്താ ഈ ഏതായി പെൺകുട്ടി? പെൺകുട്ടി പർച്ചേസിന് വന്ന ഏതോ പെൺകുട്ടി. എനിക്ക് പരിചയമില്ലല്ലോ, എനിക്ക് പരിചയമില്ല. ഞാൻ വെറുതെ ഈ ഡിസൈൻ കൊള്ളാവോ? അത് കൊള്ളൂല. ഏതോ ഒരു കുട്ടിയല്ലേ സാർ, ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. സത്യം പറ, ഏതാണ് ആ സൗന്ദര്യധാമം? എവിടുന്ന് അടിച്ചെടുത്തു? അടിച്ചെടുക്കാനോ? സാർ, ഞാൻ സത്യം പറയാം, ആ കുട്ടി എന്റെ അമ്മാവന്റെ മകള. ലോങ് ലീവ് എടുത്തത് ഈ ചുറ്റിക്കളിക്കായിരുന്നല്ലേ? തന്നെ ആ കുട്ടിക്ക് ഒന്ന് പരിചയപ്പെടുത്തി. ബ്യൂട്ടിഫുൾ. അവളുടെ കണ്ണിൽ കാന്ത പിടിപ്പിച്ചിട്ടുണ്ടോ? എന്തോ വല്ലാത്തൊരു അട്രാക്ഷൻ. അതേത് പെണ്ണെ കാണുമ്പോഴും സാറിനുള്ളതല്ലേ? അതുപോലല്ല, ഞാൻ നമുക്കൊരു പ്രസന്റ് കൊടുത്താലോ? അപ്പൊ നമുക്കൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യാം. സാർ പ്ലീസ്, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എന്തേ? തോപ്പമ്പടി വീരരാഘവന്റെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രാജേന്ദ്രൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രിഡ്ജിന്റെ കട അതൊക്കെ ഉണ്ടല്ലോ. പോ ഞങ്ങൾ പോയിട്ട് പിന്നെ പൊന്നെ വരാം. കമാൺ കമാൺ കമാൺ. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇവിടെ കാണണ്ടാണല്ലോ. ഒരു ആന. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്തോ ഒരു വല്ലായ്മ പോലെ. രാധിക ഇവിടെ നിൽക്കണ്ട, ചെന്ന് അന്വേഷിക്കൂ. രാജേന്ദ്രനെ സ്വന്തം ഭർത്താവല്ലേ, ചെന്ന് അന്വേഷിക്കൂ. എവിടെ പോയി അന്വേഷിക്കാൻ? ബാത്റൂമിലോ? ബാത്റൂമിലോ അന്വേഷിക്കണം. ചെല്ലു. ഞാൻ വരുന്നുണ്ട്. ഇവിടെ സ്ഥാനത്തിനൊക്കെ വലിയ വില. നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. അപ്പോട്ടിനും വാ. നിങ്ങൾ നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. അത് വേണ്ട, നീ വീണ്ടും എന്നെ പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയാണല്ലേ? അതല്ല. പിന്നെ ഏതല്ല? ഞാൻ വേറെ പ്രശ്നം. എന്ത് പ്രശ്നം? എന്തോന്ന്? വേറെ കയ്യിലിരിക്കും. വാ. വേല കയ്യിൽ തന്നെയാണ്. എന്നെ പിടിച്ചു വലിച്ചാൽ നീ വിവരം അറിയും. ഞാൻ വിവരം അറിഞ്ഞോളാം. അല്ലേ തന്നെ ഇവൻ നമ്മളോട് വന്നിട്ട് എന്താ കാര്യം? ഇവൻ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലല്ലേ? വാ, നമുക്ക് പോവാം. നീ ഇവിടെ തന്നെ നിക്കണേ, എങ്ങോട്ട് പോവല്ലേ? പാരാതികേ. അസലായിട്ടുണ്ട്, കൊള്ളാം. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. പരിചയമില്ലാത്തൊരു സ്ത്രീ വരുന്നു. പരിചയമില്ലാത്ത സ്ത്രീ? എന്റെ അമ്മേ! നിങ്ങളുടെ മകൾ ഈ പ്രപഞ്ചത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചുതരാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം തരൂ പ്ലീസ്. എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കൊല്ലാക്കൊള്ളി ചെയ്യരുത്. നിങ്ങളുടെ ഭർത്താവ് എനിക്ക് 24 മണിക്കൂർ സമയം തന്നു. വെറും 5 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും 10-18 മണിക്കൂർ ബാക്കിയുണ്ട്. ദേവി ഇവിടെ നിന്ന് പോണം. കല്യാണം കഴിച്ചില്ലേ? എന്നിട്ട് അവളെ എന്ത് ചെയ്തു? എന്റെ പൊന്നു ചേച്ചി, ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടില്ല. ആക്ടിംഗ് ആയിരുന്നു, ആക്ടിംഗ്. എല്ലാം നശിക്കാനുള്ള ആക്ടിംഗ്. ഞാനത് വിശ്വസിക്കില്ല. ചേച്ചി വന്ന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കേ. പോലീസ് ഒരു വശത്ത്, നിങ്ങളുടെ ഭർത്താവ് മറുവശത്ത്. ഇത് വല്ലതും വെളിയിലായ എന്റെ കുടുംബം തകരും, ജോലിയും പോയി കിട്ടും. ദേവി, ഇത് നിങ്ങൾ ഇവിടെ നിന്ന് പോ. എന്ത് ചെയ്താലും എന്റെ മോളെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അല്ലെങ്കിൽ താനെ ഞങ്ങൾ കൊല്ല്. എന്റെ മകള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ നിങ്ങൾ വർമ്മയെ ഏൽപ്പിക്കരുത്. ഏത് വർമ്മ? എന്റെ ഭർത്താവാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, അയാള് തന്നെ. എന്നുവെച്ചാ അയാൾ നിങ്ങളുടെ ഭർത്താവല്ലേ? അല്ല, സജിത അയാളുടെ മകളും അല്ല. അന്ന് അയാളുടെ മുന്നിൽ വെച്ച് ഞാൻ എതിർത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ അയാൾ എന്തിനാ ഇത്ര പരവേശപ്പെടുന്നത്? അയാളുടെ ഉള്ളിലിരിപ്പ് വേറെയാ. സജിത അയാളുടെ പുതിയ നാടകത്തിൽ അഭിനയിപ്പിക്കണം. എനിക്ക് പറ്റിയത് എന്റെ മോൾക്കും പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. അവൾ അഭിനയിക്കുന്നില്ലെങ്കിൽ
പണ്ട് എപ്പോഴും ഞാൻ കടം വാങ്ങി 5000 രൂപ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. റിഹേഴ്സൽ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ പിള്ളേരാ പറഞ്ഞത് നാരായണന്റെ കൂടെ സജിത എന്തോ കാര്യത്തിന് പുറത്തു പോയെന്ന്. പിന്നെ ഞാൻ കാണുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഫോട്ടോയാ. നിങ്ങൾ ആരാ? എവിടുന്ന് വന്നു? എന്ത് വിദ്യ ഉപയോഗിച്ചാ നിങ്ങൾ എന്റെ മോളെ കല്യാണം കഴിച്ചത്? ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുത്തിനും വിശ്വാസമില്ല. എന്റെ മോളെ എത്രയും വേഗം എന്റെ അടുത്ത് എത്തിച്ചില്ലെങ്കിൽ നോക്കിക്കോ, ഈ വീടിന്റെ ഉത്തരത്തെ ഞാൻ കെട്ടി തൂങ്ങി ചാവും. ഏതാ സ്ത്രീ? അത് അപ്പുക്കുട്ടന്റെ ഒരു കേസാ, മാറ്റ കേസാ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അകത്തു ഞാനിപ്പോ വരാം. തെണ്ടി വർമ്മയുടെ നമ്പർ ഇങ്ങട്. അവനെ 4 തെറി വിളിച്ചിട്ട് ബാക്കി കാര്യം. കറക്റ്റ്. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, കൽപ്പന തിയേറ്റേഴ്സ് അല്ലേ? വർമ്മ എന്ന് പേരുള്ള ആ തെണ്ടി ഒന്ന് കിട്ടുവോ? ആരാ സംസാരിക്കുന്നേ? ആരെങ്കിലും ആവട്ടെ, തെണ്ടി ഉണ്ടോ അവിടെ? ഏതരപ്പാളിയാടാ നീ? ആഹാ, നീ തന്നെയാണോ? എടാ കഴുതേ, നിനക്ക് നിന്റെ മകളെ വേണം അല്ലേ? തരാവടാ, നീ ഇനി വന്നാ മതി. ഇടിച്ച് നിന്റെ 32 പല്ല് ഞാൻ തെറിപ്പിക്കും. നീ ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിച്ചു, ജീവിതം കുട്ടിച്ചോറാക്കി. മകളാണത്രയും മകൾ. പാവപ്പെട്ട പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ നടക്കുന്ന കാർക്കോടക. എടാ, നിന്നെ ഞങ്ങൾ വിമൻസ് ലിബറേഷനിലെ പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിക്കും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. റാസ്കൽ, ഇഡിയറ്റ്, ഫൂൾ. പെണ്ണിനെ തരാൻ ഞാൻ നിനക്ക് 24 മണിക്കൂർ സമയം തന്നിരുന്നു. ഇനിയില്ല. ഈ നിമിഷം മുതൽ നിന്റെ അന്ത്യയാത്രയുടെ ആരംഭമാണ്. പോടാ. ആരാ സർ? അടുത്ത നാടകത്തിന് പേരിട്ടതാ അന്ത്യയാത്രയുടെ ആരംഭം. കൊള്ളാലേ? വാതില് പൂട്ടിയില്ലായിരുന്നോ? രാധികേ, 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 ഇവളിത് എവിടെ പോയി കിടക്കുന്നു? രാധികേ, രാധികേ, ചതിച്ചു അപ്പക്കുട്ട, ചതിച്ചു. എന്റെ രാധികയെ അവൻ പിടിച്ചോണ്ട് പോയി. രാധികേ, രാധികേ, രാധികേ. ഞാൻ ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിച്ചില്ലെങ്കില് പിന്നെന്ത് മനുഷ്യത്വം? മനുഷ്യത്വം ഉണ്ടായിരുന്നല് ഒരു 24 മണിക്കൂർ ലീവ് തരാൻ പറഞ്ഞിട്ട്. ലീവ് വേറെ, മനുഷ്യത്വം വേറെ. എന്നെന്താ അകത്തേക്ക് ക്ഷണിക്കാത്തത്? സാർ, ഞങ്ങൾ ആകെ പ്രശ്നത്തിലാണ്. ജീവിതമാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിരിക്കട്ടെ, താൻ എന്തിനാ ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? രാജേന്ദ്രനും ഭാര്യയും മാത്രം താമസിക്കുന്ന വീടല്ലേ? ചുറ്റിക്കളിയിലാണോ? എനിക്കെന്തെങ്കിലും കുടിക്കാൻ വേണം. ഇവിടെ കുടിക്കാനൊന്നും ഇല്ല സർ. മറ്റൊന്നും വേണ്ട. തന്റെ ഭാര്യയുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാലും അതൊരു സുഖല്ലേ? ഭാര്യ ഇവിടെ ഇല്ല സർ. അയ്യോ, എവിടെ പോയി? സാർ, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. കാണാം കാണാം. തന്റെ ആ മറ്റേ കുട്ടിയുണ്ടല്ലോ, എന്തോ ആ കുട്ടി എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എവിടെയാ കുട്ടിയുടെ വീട്? താൻ ആള് ശരിയല്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് ആ പെൺകുട്ടി എന്താ എനിക്ക് ശരിക്കും പരിചയപ്പെടുത്താഞ്ഞത്? സാർ, നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെയും സാറിന് പരിചയപ്പെടുത്തി തരലല്ല എന്റെ ജോലി. സാറ് ഞങ്ങളുടെ MD ആണ്. പക്ഷെ ക്ഷമ പരീക്ഷിക്കരുത്. എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഇതെന്താ അപ്പുകുട്ടൻ ഇത്ര പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നത്? എന്നെ ഒരു സുഹൃത്തായിട്ട് കണക്കാക്കൂ. ശ്രമിച്ചിട്ട് പറ്റുന്നില്ല സാർ. വീണ്ടും ശ്രമിക്കണം. പറ്റും. ദാ, ഈ ഫോട്ടോസ് ഞാൻ തന്നെ പോയി കളക്ട് ചെയ്തതാ. നോക്കൂ, ഏതാ നല്ലത്? ഇതെന്തിനു വാങ്ങിച്ചു? കൊള്ളാം. നല്ല ചോദ്യം. നവദമ്പതികൾക്ക് ബ്രിട്ടോളി കമ്പനിയുടെ ആശംസകൾ എന്നൊരു ക്യാപ്ഷനോടെ നല്ലൊരെണ്ണം പത്രത്തിൽ കൊടുക്കണം. സാറിന് ഭ്രാന്തുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇപ്പൊ പത്രത്തിലൊരു ഫോട്ടോ അതിന്റെ ആവശ്യമുണ്ടോ? മിസ്റ്റർ രാജേന്ദ്രൻ, ഇതെന്റെ അവകാശമാണ്, കടമയാണ്. കമ്പനി ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സർ, പ്ലീസ് സർ, ദയവ് ചെയ്ത് ഇടരുത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന് താങ്ക്സ് പറയണതിന് പകരം നല്ല കാര്യമാണെന്ന് ഞാൻ കൂടെ തോന്നണ്ടേ? ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോ നല്ല മൂഡില്ല. ഞാൻ പിന്നെ വരാം. പിന്നെ വരണ്ട. സർ, പ്ലീസ് സർ, ഫോട്ടോ ഇടരുത്. ഇത് കമ്പനിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. തുറന്നേ, ഗ്ലാസ് ഒന്ന് താത്തേ. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. അപ്പക്കുട്ടാ, എന്തെങ്കിലും ഒരു വഴി പറ. എന്റെ രാധിക. നീ ആ വർമ്മയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അത്രക്ക് വേണ്ടായിരുന്നു എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്നിട്ട് അത് അപ്പൊ പറഞ്ഞില്ലല്ലോ. നമ്മൾ എങ്ങനെ രാധികയെ രക്ഷിക്കും? പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പക്കുട്ടാ, നമുക്കതിനുള്ള സന്നാഹമില്ല. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോകും. വേണ്ട. എന്തുകൊണ്ട്? അതേ പോലീസ് മറ്റേ പെണ്ണിന് വേണ്ടി വലയം വിരിച്ച് കാത്തിരിക്കുക. അങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മതി, പിടിച്ചകത്തിടും. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ആലോചിക്കാൻ ഇത്തിരി സമയം വേണം.